ഹായ് ഫ്രണ്ട്സ്, മഹാകുംഭമേളയിൽ തീപിടുത്തമുണ്ടായതിൻ്റെ കാരണമെന്താണെന്ന് അറിയണ്ടേ? ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് മഹാകുംഭമേളയിൽ വൻ തീപിടുത്തമുണ്ടായി. ഗീതാ പ്രസിൻ്റെ ടെന്റിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികൃതരുടെ അടിയന്തര ഇടപെടലാണ് തീ പടരുന്നത് തടഞ്ഞത്. ഭാഗ്യവശാൽ ആർക്കും പരിക്കില്ല. തീപിടുത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. 2025 മഹാകുംഭമേളയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ, അതായത് ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. വളരെ സങ്കടകരമാണ്. മഹാകുംഭമേളയിലെ തീപിടുത്ത സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു. ഭരണകൂടം അടിയന്തര സഹായവും രക്ഷാപ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നു. എല്ലാവരുടെയും സുരക്ഷയ്ക്കായി ഞങ്ങൾ മാ ഗംഗയെ പ്രാർത്ഥിക്കുന്നു. ബാധിത പ്രദേശത്ത് നിന്ന് കറുത്ത പുക ഉയരുന്നതായി കാണിക്കുന്ന ഒരു ക്ലിപ്പും അവർ പങ്കുവച്ചു. അതിനിടെ കുംഭമേളയിലെ സെക്ടർ 19 ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കോൾ ചെയ്യുകയുണ്ടായി. മുഖ്യമന്ത്രിയുമായുള്ള സംഭാഷണത്തിനിടെ തീപിടുത്തം സംബന്ധിച്ചുള്ള സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി മോദി വിലയിരുത്തി. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അദ്ദേഹത്തെ ധരിപ്പിച്ചു. കാര്യക്ഷമമായ അഗ്നിശമന സേനയും NDRF SDRF സംഘവും യഥാസമയം അതുകൊണ്ട് ആളപായം ഇല്ലാതെയായി. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ മഹാകുംഭമേള 2025 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ചു. ഇന്ത്യയിലും വിദേശത്തു നിന്നും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒന്നാണിത്. 7ാം ദിവസവും ഭക്തരുടെ വരവ് തുടരുന്നു. നാഗസന്യാസിമാരാകാനുള്ള സ്ത്രീകളുടെ ദീക്ഷ ഇന്ന് ആരംഭിക്കും. ജനുവരി 26, 27 തീയതികളിൽ നാഗദീക്ഷയും നടക്കും. മഹാകുംഭമേളയിൽ സന്യാസിമാർക്കും ഭക്തർക്കും സാധ്യമായ ഏത് സഹായവും നൽകാൻ സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഒരു സംഘം ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്ന് UP ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. സംഭവം മുഴുവനും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുംഭമേളയിലെ പിന്നിലെ കഥ അറിയാമോ? പലരും പല കഥകളും പറയുന്നുണ്ട്. എന്നാലും എല്ലാ കഥകളും ഒരൊറ്റ കഥയിലാണ് വന്നവസാനിക്കുന്നത്. പാലാഴിമഥനത്തിൻ്റെ കഥയിൽ. പാലാഴിമഥനം നടക്കുമ്പോൾ കിട്ടിയ അമൃതകുംഭത്തിനായി ദേവന്മാരും അസുരന്മാരും തർക്കമായി. കുംഭം അസുരന്മാർ കൈവശപ്പെടുത്താതിരിക്കാൻ ഗരുഡ ഭഗവാൻ കുംഭവുമായി പറന്നു. ക്ഷീണം തോന്നിയപ്പോൾ കുംഭം താഴെ വെച്ച് വിശ്രമിച്ച സ്ഥലങ്ങളെന്ന് സങ്കല്പിച്ചാണ് കുംഭമേള നടക്കുന്നത് എന്ന് ഒരു വാദം. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ നടന്ന പിടിവലിയിൽ അമൃത് നിറഞ്ഞ കുടം തുളുമ്പി 4 പ്രദേശങ്ങളിലായി 4 പ്രാവശ്യം വീണു. മഹാരാഷ്ട്രയിലെ നാസിക്, ഉത്തർപ്രദേശിലെ പ്രയാഗ്, ഹരിദ്വാർ, മധ്യപ്രദേശിലെ ഉജ്ജയിനി എന്നീ സ്ഥലങ്ങളിലാണ് അത് വീണതെന്ന് കരുതപ്പെടുന്നു. മനുഷ്യൻ്റെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നു. അതായത് 12 ദിവസം എന്ന് പറഞ്ഞാൽ 12 വർഷം. ദേവന്മാരും ദേവതകളും കുംഭമേള ദിവസങ്ങളിൽ സ്നാനത്തിനെത്തുമെന്നാണ് വിശ്വാസം. അവർക്കൊപ്പം സ്നാനം ചെയ്യുന്നത് പുണ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.